മെഗാ സ്വർണ്ണമഴയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 10ാം ഘട്ടത്തിന്റെ 3 ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. സിനിമയെ കുറിച്ചുള്ള ചോദ്യമാണ് അടുത്തത്. സമാന്തരങ്ങൾ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആര്? ഓപ്ഷൻ എ ജോൺ എബ്രഹാം, ഓപ്ഷൻ ബി KG ജോർജ്, ഓപ്ഷൻ സി ബാലചന്ദ്ര മേനോൻ, ഓപ്ഷൻ ഡി P ഭാസ്കരൻ. ഓപ്ഷൻ എ ജോൺ എബ്രഹാം. ക്ഷമിക്കണം ബിനു, അദ്ദേഹം അന്തരിച്ചിട്ട് വർഷങ്ങളായി. സമാന്തരങ്ങൾ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ബാലചന്ദ്ര മേനോനാണ്. വെരി സോറി, പോയിന്റ്സ് ഒന്നും ലഭിക്കുന്നില്ല. അടുത്ത ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഗ്രാം ഉള്ള കളം ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. $52 ഗ്രാം നിങ്ങളുടെ ഭാഗ്യത്തിൽ നിന്ന് പോയിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം ഈ കളങ്ങളിൽ ഏതോ ഒരു കളത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് ഏതാണെന്ന് പ്രാർത്ഥിച്ച് തപ്പിയെടുക്കുക. അതുവരയ്ക്കും ഞാൻ വരാം. അശോകൻ സാറിനോടുള്ളതാണ് അടുത്ത ചോദ്യം. സിനിമയാണ് വിഷയം. ഗർഷോം എന്ന ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ മോഹൻലാൽ, ഓപ്ഷൻ ബി മുരളി, ഓപ്ഷൻ സി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഓപ്ഷൻ ഡി നെടുമുടി വേണു. ഓപ്ഷൻ ബി മുരളി. ഓപ്ഷൻ ബി മുരളി ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്, 1000 പോയിന്റ്സ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വരൂ, വീണ്ടും വീണ്ടും നിങ്ങളുടെ ഭാഗ്യം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ കളത്തിലാണ് ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. 51 എടുത്തിരിക്കുന്നത്. മാക്സിമം ഭാഗ്യമാണ്. സോറി സർ, 51 ഗ്രാം നിങ്ങളുടെ ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റിവെക്കണം. ഓക്കെ, ഇനി ചരിത്ര സംബന്ധമായ ചോദ്യമാണ്. കോറൽ ടീമിലെ ബിനുവിനോടാണ് ചോദ്യം. റെഡിയാണോ ബിനു? കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ PT ചാക്കോ, ഓപ്ഷൻ ബി K കരുണാകരൻ, ഓപ്ഷൻ സി R ശങ്കർ, ഓപ്ഷൻ ഡി പട്ടം താണു പിള്ള. ഓപ്ഷൻ എ PT ചാക്കോ. ഓപ്ഷൻ എ PT ചാക്കോ ശരിയായ ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്, 1000 പോയിന്റ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ്? ഐബ്രോസ് വെച്ചാണ്. നോക്കട്ടെ, 1 2 നോക്കൂ നോക്കൂ, ശരിക്കും പ്രാർത്ഥിച്ചിട്ട് തുറക്കൂ. 48 ഒട്ടും മോശമല്ല. 48 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. 48 ഗ്രാം മിസ്റ്റർ ബിനുയുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റിവെക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ബിനു, 1000 പോയിന്റ്സ് വീണ്ടും അവിടെ സ്കോർ ചെയ്തിരിക്കുകയാണ്. വാശിയേറെ മത്സരമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അതേപോലെ തന്നെ മുന്നോട്ട് പോകണം. ചോദിക്കട്ടെ, ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1947, ഓപ്ഷൻ സി 1939, ഓപ്ഷൻ ഡി 1944. 1945. 1945 ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്, റൂബി ടീമിന് 1000 പോയിന്റ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വരൂ, 3 എണ്ണം അവശേഷിക്കുന്നു. ഇതിൽ എവിടെയാണ് നമുക്ക് നോക്കാം. 5 എന്നുള്ള അക്കങ്ങൾ എല്ലാം എടുത്തു കഴിഞ്ഞു കേട്ടോ. 51, 52, 53 എല്ലാം എടുത്തു കഴിഞ്ഞു. 50 ആണ് ഫൈനലിൽ വന്ന് നിൽക്കുന്നത്. മാക്സിമം ആണ്. ഇനി പുറകോട്ടായിരിക്കും, ഇനി മാക്സിമം ആയിട്ടാണ് വരുന്നത്. എന്തായാലും അടുത്ത ശാസ്ത്രമാണ് സബ്ജക്ട്. ഈ സർഗത്തിലെ അവസാന ചോദ്യ റൗണ്ടാണത്. ഗ്രഹങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത്? ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി ശുക്രൻ, ഓപ്ഷൻ സി ശനി, ഓപ്ഷൻ ഡി യുറാനസ്. ഓപ്ഷൻ എ ബുധൻ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ട്? സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം. ഓപ്ഷൻ എ ബുധൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വാശിയുടെ മത്സരമാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. മിക്കവാറും ടൈ ബ്രേക്കർ വേണ്ടി വരും കേട്ടോ. എന്തായാലും 1000 പോയിന്റ്സ് ഇവിടെ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വരൂ, ഇവിടെയാണ് നോക്കിക്കോളൂ. 46 ഗ്രാം ഉള്ള ഈ സഞ്ചിയാണ്. 46 ഗ്രാം ആണ് ബിനു എടുത്തിരിക്കുന്നത്. ഈ കളത്തിൽ 46 ഗ്രാം നിങ്ങൾക്ക് സ്വന്തമാകുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് സർ. ചോദിച്ചോട്ടെ. ശാസ്ത്രമാണ് വിഷയം.
ഹീമോഗ്ലോബിനിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി വെള്ളി. ഓപ്ഷൻ എ ഇരുമ്പ്. ഓപ്ഷൻ എ ഇരുമ്പ് ശരിയായ ഉത്തരവാണ്. ഇവിടെ ഞാൻ കാണുന്നത് തന്നെയാണോ പ്രേക്ഷകർ കാണുന്നത്? എന്തായാലും വരൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളം 12 എടുക്കും 13-ലായിരിക്കും എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. 12:49 ആയിരിക്കും അല്ലേ? അച്ചോ, കറക്റ്റ് ആണ്. അദ്ദേഹം എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു 12:49 ആയിരിക്കും. 49 ആണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. 49 ഗ്രാം ഉള്ള ഈ സഞ്ചി അശോകൻ സാറിന് സ്വന്തമാകുന്നില്ല. ഓക്കെ, ഇവിടെ 13 അവശേഷിക്കുന്നു. കോറൽ ടീം, ഏതാണ് നിങ്ങൾ ബാക്കി വെച്ചിരിക്കുന്ന കളം? 50 പറയുന്നത്? നോക്കാം, ആയിരിക്കട്ടെ, ഞാൻ പ്രതീക്ഷിക്കുന്നു. റൂബി ടീം, സാർ എത്രയാ പറയുന്നത്? 13-ലാണ് സാറിന്റെ ഭാഗ്യം എന്നാണ് സാർ നേരത്തെ പറഞ്ഞത്. 50 ബാക്കിയുള്ളൂ. 50 ഭാഗ്യം? അല്ല, ബാക്കിയുള്ളൂ. അതാണ്. അല്ല, 48 അല്ലേ? 48. സാർ പറഞ്ഞത് 50 ആണോ? നമുക്ക് നോക്കാം. കോറൽ ടീം നേടിയിരിക്കുന്നത് 50 ഗ്രാം. കൺഗ്രാറ്റുലേഷൻസ്. ബിനു പ്രതീക്ഷിച്ചത് 50 ഗ്രാം തന്നെയായിരുന്നു അല്ലേ? ശരി, ഓക്കെ. ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നു. അദൃഢത മനസ്സിൽ കാണാനുണ്ട്, മുഖത്ത് കാണാനുണ്ട്. ഓക്കെ സർ, റൂബി ടീം 50 ഗ്രാം ആണ് പറഞ്ഞത്. 48 ഗ്രാം ആണ്. ചെറിയൊരു കണക്ക് 2 ഗ്രാമിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ സാരമില്ല. കൺഗ്രാറ്റുലേഷൻസ്. ഇത് വളരെ ചെറിയ സന്തോഷല്ലേ. ഇനി ഏറ്റവും വലിയ സന്തോഷം വന്നുകൊണ്ടിരിക്കുകയാണ്. സെമി ഫൈനലിലേക്ക് പോകുന്നത് ഏത് സംഘമാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ഹാവ് എ ടൈ ബ്രേക്കർ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ബസർ അമർത്തി വേണം ടീമാംഗങ്ങൾ ഉത്തരം പറയാൻ. ആദ്യം ബസർ അമർത്തുന്നവർക്കാണ് ഉത്തരം പറയാനുള്ള അവകാശം. ചോദ്യം തീരുന്നതിന് മുമ്പ് ബസർ അമർത്തിയാൽ ഡിസ്ക്വാളിഫൈ ചെയ്ത് ആ ടീം സെമി ഫൈനലിലേക്ക് കടക്കില്ല, മറ്റു ടീമായിരിക്കും കടക്കുക. അതുപോലെ തന്നെ ബസർ അമർത്തി തെറ്റായി ഉത്തരം പറഞ്ഞാലും ആ ടീം ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്താവും. ഓക്കെ, ചോദ്യം ചോദിക്കട്ടെ? കഴിയാണല്ലോ. അടുത്ത കാലത്ത് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ശ്രീലങ്കയിൽ നടക്കേണ്ടിയിരുന്ന ക്രിക്കറ്റ് പരമ്പരയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏത്? ആദ്യം ബസർ അമർത്തിയിരിക്കുന്ന റൂബി ടീമാണ്. പറഞ്ഞോളൂ അശോകൻ സർ. സൗത്ത് ആഫ്രിക്ക. കറക്റ്റ്, ശരിയായ ഉത്തരവാണ്. അങ്ങനെ ടൈ ബ്രേക്കറിലൂടെ മെഗാ സ്വർണ്ണമഴയുടെ ഈ ഘട്ടത്തിൽ നമ്മൾ തീരുമാനിക്കുന്നു റൂബി ടീം, മിസ്റ്റർ അശോകൻ, ശുഭജ മാഡം ആൻഡ് അനുശ്വര, ഇവരാണ് സെമി ഫൈനലിലേക്ക് കടക്കുന്ന ടീം. കൺഗ്രാറ്റുലേഷൻസ്. വിനു, സൗമ്യ, അജിൽ, ഒട്ടും വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. എല്ലാരും വരൂ. വാശിയേറിയ മത്സരം, വളരെ വളരെ വാശിയേറിയ മത്സരമായിരുന്നു. പ്രേക്ഷകർ എല്ലാവരും നഖം കടിച്ച് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടാവും. എന്തായാലും ദാ സാർ ഇങ്ങോട്ട് വന്നോളൂ. സൗമ്യ, അജിൽ രാജ്, കൺഗ്രാറ്റുലേഷൻസ്. അതെ, ടീം അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഗ്രാറ്റുലേറ്റ് ചെയ്തോളൂ. ഇത് നിങ്ങളുടെ ചെറിയ സമ്മാനം. ഓക്കെ, ശരി. വളരെ വളരെ സന്തോഷമുണ്ട്. റൂബി ടീമിന് 48 ഗ്രാം.